മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുന്നുണ്ട്: ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ ലോകത്തിന്റെ പ്രകാശമാണ്. അവനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും അന്ധകാരം പ്രവേശിക്കുകയില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങളാണ്, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, ദുരിതങ്ങളാണ്, എന്തു ചെയ്തിട്ട് ഉയർച്ചയില്ല. പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉയർച്ചയില്ലാത്തതും വളർച്ചയില്ലാത്തതും നിരന്തരം പരാജയങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും. ഈ തടസ്സങ്ങളും പ്രയാസങ്ങളും അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളും നമ്മിലും നമ്മുടെ കുടുംബത്തിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്: പ്രകാശമായ ഈശോയെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടില്ല. ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തെ നീക്കിക്കളയുന്ന പ്രകാശമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താനായിട്ട് ഒരു അന്ധകാര ശക്തികൾക്കും സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകാശമായ ഈശോയുണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കയറുമെന്ന് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നിർത്തുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഈശോയെ നിർത്തുന്നുണ്ടോ? ഈശോയുടെ വഴിയിലൂടെയാണോ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്? ഈശോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന്, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ടോ? നിരന്തരമായ പ്രാർത്ഥനയിലൂടെയാണ് ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നത്. വിശ്വാസത്തിന്റെ വഴിയിലൂടെ നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുമ്പോഴാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആഴത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവണം, ആഴത്തിലുള്ള വിശുദ്ധി നമുക്കുണ്ടാവണം, നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടാവണം. ഈ നോമ്പുകാലം അതിനുള്ള ഒരു കാലഘട്ടമാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിർത്തി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമുള്ള അന്ധകാരത്തെ നീക്കിക്കളയാനുള്ള കാലഘട്ടം. അത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ആഴത്തിലുള്ള വിശ്വാസത്തിലൂടെയും വിശുദ്ധിയിലൂടെയും സാധിക്കുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് ഈ നോമ്പിന്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. എന്തു ചെയ്താലും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. ചെറിയ ഒരു തെറ്റെങ്കിലും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുമ്പസാരിച്ച് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. അതുപോലെ വിശ്വാസം, ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഓരോ നിമിഷവും കാത്തു സൂക്ഷിക്കുക. കരങ്ങളെ യാചനയോടെ വിളിച്ച് പുതിയ ഒരാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത്, ഈശോയെ ഈ ആഴ്ചയിലെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.